ഡോക്ടർ മോഹൻ വർഗീസ്, നോക്കൂ, ഇവിടെ ഇപ്പം ജോസഫ് ആന്റണി പറഞ്ഞു നിർത്തുന്നത് ഇസ്രായേലിന്റെ താല്പര്യം അനുസരിച്ചാണ് ഈ യുദ്ധം നീണ്ടുപോകുന്നതെന്നാണ്. ഇതുവരെ എന്ത് നേടി എന്ന് ചോദിച്ചാൽ ഒന്നും നേടിയിട്ടില്ല. തുറന്നു കിടന്ന ഹോർമുസ് തുറക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സമ്മർദ്ദം ശക്തമാക്കിക്കൊണ്ടിരുന്നത്. ഇതുവരെ അവിടെ യാതൊരു തരത്തിലുള്ള ടോൾ ഇല്ലായിരുന്നു. ഇപ്പോൾ ടോൾ ഏർപ്പെടുത്തി. ഇപ്പോൾ അത് തുറക്കാനുള്ള ചർച്ചകളാണ് നടക്കുന്നത്. എന്താണ് ഇതുവരെ നേടിയതെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞിരുന്ന, അല്ലെ, അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ ഭരണകൂടത്തോട് ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു. രണ്ടാം വട്ട ചർച്ച നടക്കും എന്നതിന്റെ സൂചനകൾ വരുന്നു. അപ്പോൾ ഇതുവരെ ഒന്നും നേടാതെ നിൽക്കുന്ന ഒരു യുദ്ധമാണ് അവിടെ. ഇപ്പോൾ ഇസ്രായേലിന്റെ താല്പര്യം സംരക്ഷിച്ച് ഇസ്രായേലിന് വേണ്ടി യുദ്ധം നടക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ആദ്യം നടന്ന ചർച്ച പരാജയപ്പെട്ടതുപോലും ഇസ്രായേലിന്റെ കടുംപിടുത്തത്താലാണ് എന്ന് നമുക്ക് കാണാം. ചില ഒഫീഷ്യൽ അല്ലാത്ത കാര്യങ്ങൾ വരുന്നത് എപ്സ്റ്റീൻ ഫയൽസിന്റെ ഡീറ്റെയിൽസ് വെച്ച് നെതന്യാഹു ട്രംപിനെ ഭീഷണിപ്പെടുത്തുന്നതാണോ, ട്രംപിനെ വരുതിക്ക് നിർത്താൻ ശ്രമിക്കുന്നതാണോ, ആ ചർച്ചകൾ മറികടക്കാൻ വേണ്ടിയാണ് ട്രംപ് യുദ്ധം തുടങ്ങിയതെന്ന് പറയുന്നവരുണ്ട്. അതിൻ്റെ ഉള്ളറകളിലുള്ള രഹസ്യങ്ങളാണ് ട്രംപിനെ ഈ രീതിയിൽ പിടിച്ചു നിർത്താൻ നെതന്യാഹു ഉപയോഗിക്കുന്നതെന്ന് പറയുന്നു. ഈ റൂമേഴ്സ് ആണോ? താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അതിനുള്ള സാധ്യതകളുണ്ടോ? കിളി പോകുക എന്നൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ. ചില സമയത്ത് അതീവ സമ്മർദ്ദം നേരിട്ടാൽ ചിലർക്ക് കിളി പോകും. ട്രംപിന് ആ ഒരു സാഹചര്യം നേരിട്ടത് എപ്സ്റ്റീൻ ഫയലിൽ കാണുന്ന ചില പരാമർശങ്ങളാണോ, അത് പബ്ലിക് ഡൊമൈനിലേക്ക് കടന്നു വരും എന്ന ഒരു ഭയമാണോ, ട്രംപിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് ഇസ്രയേലാണ് എന്ന ഒരു ധ്വനി അത് പലയിടത്തു നിന്നും വരികയാണ്. ഈ എപ്സ്റ്റീൻ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്നാണല്ലോ അമേരിക്ക ഇതിന് പേരിട്ടിരിക്കുന്നത്. അതിന് അമേരിക്കക്കാർ പറയുന്നത് അങ്ങനല്ല, ഓപ്പറേഷൻ എപ്സ്റ്റീൻ ഫ്യൂറി എന്നായിട്ടേക്കുന്നത്. ശരിയാണ്, എപ്സ്റ്റീൻ ഫ്യൂറി. എപ്സ്റ്റീന്റെ കലി, എപ്സ്റ്റീൻ കാലയവനിക്കുള്ളിൽ മറഞ്ഞു എങ്കിലും എപ്സ്റ്റീൻ ഫയലിൽ നിന്നും കുടത്തിൽ നിന്നും പുറത്തു വരുന്ന ഭൂതം വല്ലാതെ ട്രംപിനെ ആവാഹിച്ചിരിക്കുന്നുണ്ട് എന്ന ഒരു നിരീക്ഷണമാണ് പൊതുവെ അമേരിക്കക്ക് ഉള്ളിലും പുറത്തുമുള്ളത്. അതിൻ്റെ മാനിഫെസ്റ്റേഷനാണ് ഇത്. പക്ഷേ ഇത് സമർത്ഥമായി ജൂതരാഷ്ട്രമായ ഇസ്രായേൽ സമർത്ഥമായി അത് ഉപയോഗിക്കുന്നുണ്ടോ എന്നതാണ് ഇപ്പോഴത്തെ പരിഗണന. എന്തുകൊണ്ട് ഒരു അമേരിക്കൻ പ്രസിഡന്റ്, ട്രംപ് അല്ലല്ലോ ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ്, അതിന് മുൻപുള്ള അമേരിക്കൻ പ്രസിഡന്റ്സിന് പലപ്പോഴും ഇസ്രായേലിൽ നിന്ന് സമ്മർദ്ദം നേരിടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിനെ കൈവിടില്ല, ആത്യന്തികമായി ഒരു അമേരിക്കൻ പ്രസിഡന്റും ഇസ്രായേലിനെ കൈവിടില്ല. കാരണം ഇസ്രായേലി താല്പര്യങ്ങൾ അമേരിക്കയിലുണ്ട്, അമേരിക്കൻ താല്പര്യങ്ങൾ ഇസ്രായേലുണ്ട്. ജൂത ലോബിയുടെ പ്രവർത്തനം അതിശക്തമാണ് അമേരിക്കൻ ഇക്കോണമിയിൽ, അമേരിക്കൻ ഫിനാൻഷ്യൽ സെക്ടറിൽ, അമേരിക്കൻ ആർമമെൻറ്റ് മേക്കിംഗ് സെക്ടറിൽ, ബാങ്കിങ്, ഇൻഷുറൻസ് മേഖലയിൽ ഒക്കെ തന്നെ രൂഢമൂലമാണ് ഇസ്രായേലി എൻക്രോച്ച്മെൻറ്റ്. ഇതിനെയൊക്കെ തൃണവൽ ഗണിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരു വിദേശ നയം സ്വീകരിക്കാൻ പറ്റില്ല. ഇസ്രായേൽ ഏത് അബദ്ധത്തിൽ ചാടിയാലും ആത്യന്തികമായി ഊരിയെടുക്കാൻ അമേരിക്ക കടന്നു വരും. എക്കാലത്തും വന്നിട്ടുണ്ട്, ഇപ്പോഴും വരും. പക്ഷേ ഇവിടെ ട്രംപിൻ്റെ സമയം വന്നപ്പോൾ നോക്കൂ, രണ്ടുപേരും, ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒരുപോലെ തന്നെ ആഭ്യന്തരമായി ചില സമ്മർദ്ദങ്ങൾ നേരിടുന്നുണ്ട്. അത് അവരുടെ ആ രാജ്യങ്ങളുടെ ജനാധിപത്യ പ്രക്രിയയുടെ ഫലം തന്നെയാണ്. ഈ ഇസ്രായേലി പ്രധാനമന്ത്രിക്കെതിരെ അഴിമതി ആരോപണങ്ങളുണ്ട്, സ്വജനപക്ഷപാതവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം, വിചാരണ ചെയ്യപ്പെട്ടേക്കാം, അധികാരത്തിൽ നിന്നും മാറാനാവില്ല. അതുകൊണ്ട് ഇസ്രായേൽ ഒരു പെർപ്പച്വൽ സ്റ്റേറ്റ് ഓഫ് വാറിൽ നിൽക്കുമ്പോൾ ഇസ്രായേലി പ്രധാനമന്ത്രിക്കെതിരെ കാര്യമായ നടപടിയെടുക്കാനാവില്ല. അതാണ് ഇസ്രായേലിൻ്റെ ഒരു പൊതു രീതി. ശക്തമായ പ്രതിപക്ഷമുണ്ട് ഇസ്രായേലിൽ. ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ നിൽക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ ജൂതന്മാരുടെ ഇടയിലുണ്ട്, ഇസ്രായേലിലുണ്ട്. അതുപോലെ തന്നെയാണ് ട്രംപിൻ്റെ കയ്യിലും മാഗ ക്യാമ്പിൽ വലിയ വിള്ളലുകൾ വീണ് കഴിഞ്ഞു, ഓൾറെഡി വിള്ളൽ വീണ് കഴിഞ്ഞു. പൊതുജനാഭിപ്രായത്തിൽ എക്കാലത്തെയും ലോവസ്റ്റ് റേറ്റിംഗിൽ നിൽക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇതിൽ നിന്നെല്ലാമുള്ള പരിഹാരം എന്താണ്? ഒരു യുദ്ധ അന്തരീക്ഷത്തിലേക്ക് പെർപ്പച്വലായിട്ട് യുദ്ധത്തിൽ നിൽക്കുമ്പോൾ ഒരിക്കലും അതിന് തലപ്പത്ത് നിൽക്കുന്നവരെ ആരും വിമർശിക്കില്ല, ആരും എതിർക്കില്ല. അത് ഇറാൻ അതൊരു സൂചനയല്ലേ? ഇറാനിൽ ഭരണകൂടത്തിനെതിരെ വലിയ ജൈവികമായി ഉയർന്നു വന്ന വളരെ വലിയ പ്രതിഷേധമുണ്ട്. യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇറാൻ ജനത ഇറാൻ ഭരണകൂടത്തിനെതിരെ എന്തെങ്കിലും ഒരു നീക്കം നടത്തിയതായി നമുക്ക് റിപ്പോർട്ടുണ്ടോ? ഇല്ലല്ലോ. അതിനർത്ഥം യുദ്ധം ഒരു കൺസോളിഡേറ്റിംഗ് ഇഫക്റ്റാണ്. അത് അമേരിക്കയിൽ പക്ഷേ പൂർണ്ണമായി അങ്ങനെയല്ല, ഇസ്രായേലിനുള്ളിലും പൂർണ്ണമായി അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ എവിടെ പിടിച്ചു കെട്ടും,
ഇത് ജാരഡ് കുഷ്ണറെ അയക്കുന്നു, പിന്നെ സ്റ്റീവ് വിറ്റ്കോഫിനെ അയക്കുന്നു, അതിൽ പുതുമയൊന്നുമില്ല. പക്ഷേ ഒരു ലെവൽ ഹെഡഡായ ഒരാളാണ് ഇപ്പോൾ റണ്ണിങ് മെയ്റ്റായി പ്രസിഡൻറ്റിനോടൊപ്പം ഉണ്ടായിരുന്ന ഈ വാൻസ്, JD വാൻസ്. പൊതുവെ തലയ്ക്ക് വെളിവുള്ള, സുബോധമുള്ള, സാമാന്യം മിതവാദി, ട്രംപിൻ്റെ ക്യാമ്പിൽ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ മാഗ ക്യാമ്പിലെ ഒരു നേരെവോ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഒരു പരിമിതമായ രീതിയിൽ മാത്രം മതി ഒരു ചേഞ്ച് എന്ന് ചിന്തിക്കുന്ന ആളാണ് JD വാൻസ്. അദ്ദേഹം രംഗത്ത് വരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം രംഗത്ത് വന്നതല്ല, ട്രംപ് സാഹചര്യങ്ങൾ ഒന്ന് മയപ്പെടുത്താനായി വിട്ടതാണ് എന്ന ചിന്ത വളരെ പ്രബലമാണ്. പക്ഷേ അദ്ദേഹത്തിന് വേണ്ട പോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായില്ല. അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ചർച്ചയുടെ മധ്യത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു ഫോൺ കോൾ വന്നതായി കൺഫേം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഒരുപക്ഷെ പല വ്യാഖ്യാനങ്ങളും ഉണ്ടാകാം. അത് കഴിഞ്ഞപ്പോഴാണ് 21 മണിക്കൂർ സമയത്താണ് പെട്ടെന്ന് നാടകീയമായി, അതുവരെ സാമാന്യം തരക്കേടില്ലാതെ മുന്നോട്ട് പോയിരുന്ന ചർച്ചകൾ പെട്ടെന്ന് പിന്നോട്ടടിക്കുന്നത്. അതുകൊണ്ട് ആരോ പിന്നിൽ നിന്നുകൊണ്ട് കളിക്കുന്നുണ്ട്, അത് ഇസ്രയേലാണ് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ എത്തിച്ചേരുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ഇപ്പോൾ അതിനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചിരിക്കുന്നു. ടെലഫോൺ സംഭാഷണം ഇരുവർക്കും ഇടയിൽ ഉണ്ടായിരിക്കുന്നു. ഏതാണ്ട് 40 മിനിറ്റ് നീണ്ട സംഭാഷണം എന്നതാണ് CNN News 18 റിപ്പോർട്ട് ചെയ്യുന്നത്. 40 മിനിറ്റ് നീണ്ട സംഭാഷണം ഇരു രാഷ്ട്രത്തലവന്മാർക്കും ഇടയിൽ ഉണ്ടായിരിക്കുന്നു. ഈ സെക്കൻഡ് റൗണ്ട് ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്ന സാഹചര്യത്തിലാണ് ഈ ടെലഫോൺ കോൺവെർസേഷൻ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഫോൺ വിളിയുമായി ബന്ധപ്പെട്ടൊക്കെ എത്ര കള്ളങ്ങൾ ട്രംപ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നറിയാം. എന്തായാലും സെക്കൻഡ് റൗണ്ട് ചർച്ചകളുടെ സാഹചര്യത്തിൽ ട്രംപ് ഇങ്ങോട്ടേക്ക് മോദിയെ വിളിച്ചു എന്നതിന്റെ വാർത്തയാണ് വരുന്നത്. ബിഷപ്പ്, ഇവിടെ ഇപ്പോൾ നോക്കൂ, ആകെ ഉള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് മാർപ്പാപ്പ ഇതിനെതിരെ ശബ്ദമുയർത്തിയിരിക്കുന്നു എന്നതാണ്. എന്ത് ഭീഷണി വന്നാലും ആ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്നത് അദ്ദേഹം പറയുന്നതാണ്. അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന് കത്തീഡ്രലുകളിൽ ഈ ലോക സമാധാനത്തിന് വേണ്ടിയുള്ള ആഹ്വാനങ്ങൾ ഉണ്ടാകുന്നു എന്നതും പ്രതീക്ഷയാണ്. അത് ഒരു ട്രംപിനെതിരെ ആഗോള തലത്തിൽ ഒരു പൊതുജന അഭിപ്രായം സൃഷ്ടിക്കുന്നതിൽ, ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിൽ ഒരു സമ്മർദ്ദ ശക്തിയാകാനുള്ള സാധ്യതയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു മൾട്ടിപ്പിൾ ലെവൽ റെസ്പോൺസ് ഇന്ന് ആഗോളതലത്തിൽ ആവശ്യമായിരിക്കുന്നു. അവിടെ വിശ്വാസികളുടെ തലത്തിൽ, അതാണ് രേണുക അങ്ങ് പറഞ്ഞ ആ കത്തീഡ്രൽ തലങ്ങളിലുള്ള പ്രാർത്ഥനയും, അങ്ങനെ ജനങ്ങളുടെ മനസ്സുകളിലേക്ക് അല്പം കൂടെ ഇതിനെപ്പറ്റിയുള്ള ഒരു അവബോധം ജനിപ്പിക്കാനും, അതവർ പ്രാർത്ഥനയായി ഉയരാനും, അത് മനസാക്ഷിയുടെ ഒരു നിലപാടായി തീരാനുമൊക്കെയുള്ള സാധ്യത. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.